ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ടിപ്സൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ടിപ്സാണ്. കുറച്ച് പൈസ സേവ് ചെയ്യുന്നതും അതുപോലെ ടൈം സേവ് ചെയ്യുന്നതുമായിട്ടുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ തൊണ്ട് കളയുന്നതാണ്. അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. പല രീതിയിൽ നമ്മൾ വെളുത്തുള്ളിയുടെ തൊണ്ട് കളയാറുണ്ടല്ലേ, പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ സാധാരണ മൈക്രോവേവിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മളിതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്, പക്ഷേ അതിനും ഉള്ളി കുറച്ച് ഒന്ന് വെന്ത പോലെ വരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ വെളുത്തുള്ളിയുടെ എല്ലാം ഇങ്ങനെ അടർത്തിയെടുക്കണം. അതിൻ്റെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കറാണ്. അപ്പോൾ കുക്കറിനകത്ത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിനകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയിട്ട പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കണം. ചൂടാക്കാനായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും തിളച്ച് വരും. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നമുക്ക് ഒത്തിരി വേവിക്കാനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുറന്നെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ആ ചെറിയ ചൂടോടുകൂടി അതിൻ്റെ തൊലി നമ്മൾ പൊളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കത്തിയോ നമ്മുടെ നഖത്തിൻ്റെ ബലമോ ഒട്ടും തന്നെ പ്രയോഗിക്കേണ്ടതുണ്ടാകത്തില്ല. പെട്ടെന്ന് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരും. സാധാരണ നമ്മൾ വെളുത്തുള്ളി പൊളിക്കുമ്പോൾ എനിക്കൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നഖത്തിനിടയിലോട്ട് കയറിയിട്ട് സ്കിൻ ഇങ്ങനെ ഡാമേജ് ആകും. പിന്നെ കുറച്ച് ദിവസം ഭയങ്കര വേദനയായിരിക്കും. പിന്നെ കത്തി കൊണ്ട് ചെയ്യുന്നതിനോടൊത്ത താല്പര്യം ഉണ്ടാകാറില്ല, എപ്പോഴും നഖം കൊണ്ടാണ് ചെയ്യണത്. അപ്പം ഭയങ്കര പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ വളരെ ഈസി ആയിരുന്നു. ഒന്നെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സോഫ്റ്റ് ആകും അതിൻ്റെ സ്കിന്നെ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് കുറേ വെളുത്തുള്ളി ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റുമേ. പിന്നെ നമുക്ക് എങ്ങനെ കൂടുതൽ എടുത്ത് കഴിയുമ്പോൾ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു ക്ലീൻ ചെയ്ത വെളുത്തുള്ളി വെള്ളമൊന്നും ഉപയോഗിച്ചില്ല, അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു സിബ്ലോ കവറിലോ ഇട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വരെയൊക്കെ ഈസി ആയിട്ട് ഒരു കുഴപ്പവും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഇനി നമ്മൾ ബാക്കി വരുന്ന ഈ സ്കിന്നുണ്ടല്ലോ, നമ്മൾ വെളുത്തുള്ളി പൊളിച്ചതിന് ശേഷം കിട്ടിയ നമ്മുടെ തൊലി ഉണ്ടല്ലോ, അതുകൊണ്ടൊരു 1-2 കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇതുപോലെ അതിൻ്റെ വെളുത്തുള്ളിയുടെ തൊണ്ടെടുത്തിട്ട് നമ്മൾ അതിനകത്തൊരു 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ആ മിക്സ് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കുവാണ്. ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെക്കുന്നതുണ്ടല്ലോ, ഇതുപോലെ അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലാണ്. ഇപ്പം നമ്മൾ ഈ റെഡ് റൈസിന് അങ്ങനെ കീടകളോ ഒന്നും വരാറില്ല, പക്ഷേ എന്നാൽ പോലും വൈറ്റ് റൈസ് ഒക്കെയാണ് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റ് റൈസിൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റെഡ് റൈസ് കാണിക്കുന്നത്. വൈറ്റ് റൈസിലിട്ട് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പരിപ്പിനകത്തൊക്കെ ഇട്ട് വെക്കാം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ ഇതുണ്ടല്ലോ, അതിനകത്ത് വരുന്ന കീടകളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഈ ഉണ്ടല്ലോ നെറ്റില്ലേ സവാളയൊക്കെ വരുന്ന ഇതുപോലത്തെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ തൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ രാത്രിയിൽ പാത്രമൊക്കെ കഴിയുന്നതിന് ശേഷം സിങ്കിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഉറുമ്പും പാറ്റ അതുപോലൊന്നും വരത്തുണ്ടാകത്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് വെളുത്തുള്ളി തൊണ്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത് തേങ്ങ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ചിരണ്ടിയെടുക്കാനും കഷ്ണിച്ചെടുക്കാനും ഒക്കെ ഉള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ തേങ്ങ ഇതുപോലെ അതിൻ്റെ ഇതൊക്കെ ചകിരിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് സാധാരണ പോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഒരു പീസ് നമ്മൾ അതിനകത്ത് കൊത്തിയെടുക്കാനായിട്ടുള്ള ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നിച്ചങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ഒത്തിരി നേരം ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ ഒന്ന് ചിരട്ടയൊന്ന് ചൂടായി വരുന്നവരെ ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ ഇങ്ങനെ അടർന്നു വരും. അപ്പോൾ നമുക്ക് കൊത്തിയെടുക്കേണ്ട തേങ്ങ ചിലപ്പോൾ കടലക്കറിക്ക് ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇടേണ്ട സമയത്ത് കൊത്തിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ അരമുറി തേങ്ങ കുത്തിയതിന് ശേഷം എനിക്കിപ്പോൾ മൊത്തം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുവാണ്. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പം പിന്നെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുമേ. ഇനി നമ്മൾ മറ്റേ മുറി ഉണ്ടല്ലോ, ആ മുറി തേങ്ങേനെ എടുത്ത് ഫ്രീസറിൽ വെക്കുവാണ്. ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് ചിരണ്ടുവാണെങ്കിൽ തേങ്ങ നല്ല പൊടി പോലെ നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ചില കറികൾക്കും അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക
വറുത്തരച്ച് വെക്കണ കറികൾക്കൊക്കെ വഴറ്റാൻ നേരത്ത് നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ടുള്ള തേങ്ങ ആണ് കിട്ടണമെങ്കിൽ വളരെ നല്ലതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്ത് തേങ്ങ ചിരണ്ടുവാണെങ്കിൽ ഇതുപോലെ തന്നെ പൊടിയായിട്ട് ചിരണ്ടി കിട്ടുമേ. അപ്പോൾ അതും വേണ്ടവരെ ആ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം, ഒത്തിരി നേരം ഒന്നും വെക്കരുത്, കല്ല് പോലെ ആകാൻ പാടില്ല, ഒരു അരമണിക്കൂർ ഒക്കെ മാക്സിമം വെച്ചാൽ മതി. എന്നിട്ടെടുത്ത് ചിരണ്ടുവാണെങ്കിൽ ഇതുപോലെ തന്നെ പൊടിയായിട്ട് നമുക്ക് തേങ്ങ കിട്ടും. അടുത്ത ടിപ്പ് പറയുന്നത്, നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ആ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് എണ്ണ എന്തായാലും 1-2 സ്പൂൺ ഓയിൽ ആ പാത്രത്തെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് എങ്ങനെ നമ്മൾ കളയാതെ വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓയിലിൻ്റെ ആവശ്യമുണ്ടല്ലോ. ആ സമയത്ത് ഈ പാത്രത്തിലോട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഓയിൽ വേസ്റ്റ് ആകത്തില്ല. ഇപ്പോൾ എൻ്റെ 2 ബോട്ടിലിൻ്റെ ഓയിൽ മാറ്റണമായിരുന്നേ. അപ്പോൾ ഞാൻ 2 ബോട്ടിലും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചാണ് ചപ്പാത്തി കുഴച്ചത്. അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ സമയത്ത് ഇപ്പോൾ മീനൊക്കെ ആണെങ്കിലും വെളിച്ചെണ്ണയുടെ പാത്രമാണെങ്കിൽ കഴുകി ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഏത് കറിക്കും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഓയിലൊട്ടും വേസ്റ്റ് ആകത്തില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ കഴുകുന്ന സമയത്ത് അത് ചുമ്മാ വേസ്റ്റാക്കി കളയത്തേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത് യൂസ് ആവുകയും ചെയ്യും. 2-3 സ്പൂൺ എണ്ണ വെറുതെ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കുന്ന പോലെ വരാറുണ്ടല്ലേ. എപ്പോഴും വരണമെന്നില്ല, ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് അതെപ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ മാവ് ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ, ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിന് പുറത്ത് 1-2 ഡ്രോപ്പ് ഓയിലൊന്നും ഒഴിക്കുക. ഒത്തിരി വേണ്ട കേട്ടോ, 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പാത്രം അടച്ച് വെക്കുകയാണെങ്കിൽ അതിൽ പുറത്തൊന്ന് മാവിങ്ങനെ ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അടുത്ത ടിപ്പ്, നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ കുക്കറിൽ ഈ വാഷർ അല്ലെങ്കിൽ ഗാസ്കറ്റ് ഇങ്ങനെ ലൂസായിട്ട് അത് നമ്മൾ വെച്ച് തിളച്ചുകൊണ്ടിരിക്കും, പക്ഷേ വിസിൽ വരത്തില്ല, പ്രഷർ അങ്ങ് ആകത്തില്ല. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഇത് ലൂസായിരിക്കും. അങ്ങനെയുള്ള സംഭവത്തിൽ എന്തുപറ്റി വെള്ളം പറ്റിപ്പോയിട്ട് ചിലപ്പോൾ പാത്രമൊക്കെ കരിയാനുള്ള ഇട വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഷർ ഊരിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിനകത്ത് എടുത്ത് വെക്കുക. വേറെ ഒന്നും വെക്കണ്ട. അപ്പോൾ വെള്ളം ഇങ്ങനെ ചീറ്റിപ്പോയി ചിലപ്പോൾ പ്രഷർ വരുമ്പോഴത്തേക്കും കുറച്ച് പുറത്തോട്ട് വെള്ളം വരുന്നൊക്കെ കേസൊന്നും അങ്ങനെ വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പോൾ അതൊന്ന് കുറച്ച് സ്റ്റിഫായി മാറുവേ. അതിനുശേഷം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ പ്രോബ്ലം, അതായത് പെട്ടെന്ന് തന്നെ വിസിൽ വരുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ലീക്കേജ് ആകുന്നതോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമേ. അടുത്ത ടിപ്പ് വന്നിട്ട്, നമ്മളൊക്കെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ലൂസായി പോകാറുണ്ടല്ലേ. അപ്പോൾ അത് ടൈറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനെ ലൂസാണെങ്കിൽ എൻ്റെ പ്രശ്നം പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാവ് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പുറത്തോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷ് ഊരിയിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ മറ്റേ വാഷ് തന്നെ എടുത്തിട്ടിട്ട് ഇടുവാണെങ്കിൽ അത് നല്ലപോലെ ടൈറ്റായിട്ടിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാവുന്നൊരു കാര്യം, ഈ വാഷ് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് പറയുന്നത്, ചില ബോട്ടിലുകളൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അടച്ചു കഴിയുമ്പോൾ അത് അടയ്ക്കാൻ പറ്റത്തുണ്ടാകും. ഇതുപോലെ നമ്മൾ എത്ര അടച്ചാലും അത് മുറുകത്തില്ല, അത് ലൂസായി പോകും. അപ്പോൾ നമുക്ക് നല്ല ബോട്ടിലാണെങ്കിലും വെള്ളം എടുത്തുകൊണ്ട് പോകാനോ സ്കൂളിലോട്ട് കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകാനോ നമുക്ക് ഈവൻ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കുടിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സൊല്യൂഷനാണ് ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് അത് ടൈറ്റ് ആകുന്ന രീതിയിൽ നമുക്ക് 1, 2, 3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കാൻ പറ്റുമേ. ഇനി നമ്മൾ ഇതേപോലെ പുതിനയിലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. കുറേ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാണും, ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോവുകയും ചെയ്യും, വെറുതെ പൈസ വേസ്റ്റ് ആകും. അപ്പോൾ അത് കുറേ വർഷങ്ങളോളം വേണമെങ്കിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഇതുപോലെ ഇലയൊക്കെ നല്ലപോലെ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി ഉണക്കി എടുത്ത ഇല നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ എടുത്ത് വെക്കണം. നമ്മൾ ഈ ഐസ് ട്രേക്കകത്തോട്ട് 1, 2, 3 ഇല അല്ലെങ്കിൽ 1 ഇലയോ 2 ഇല നമുക്ക് ആവശ്യം പോലെ ഇലകൾ ഇട്ട് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് അത് നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് ഫ്രീസ് ചെയ്തെടുക്കണം. ഇല അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ മുറിച്ചിടാം, ഏത് രീതിയിൽ വേണം ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്, ചിലപ്പോൾ നമ്മൾ മിക്കവാറും ബിരിയാണി, ചായ, അതുപോലെ നമ്മൾ ജ്യൂസുകൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1, 2 ഐസ് ക്യൂബ്സ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിനയില കിട്ടും. വളരെ നല്ലൊരു ടിപ്പാണ്. നമുക്കത് സാധനം ഒന്നും വേസ്റ്റ് ആകാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ജ്യൂസ് അങ്ങനെ കറക്റ്റായിട്ട് വരത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് പിഴിയുവാണെങ്കിൽ അതിൻ്റെ കുറേ നീര് നമുക്ക് നല്ലപോലെ കിട്ടുകയും ചെയ്യും. പിന്നെ രണ്ടാമത് സൂക്ഷിച്ച് വെക്കാനായി ക്ലീൻ ചെയ്ത നാരങ്ങ ഇതുപോലെ ഉണ്ടല്ലോ,
പേപ്പറുകൾ ന്യൂസ് പേപ്പറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണേ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഡ്രൈ ആവാതെയും അതുപോലെ ചീഞ്ഞു പോകാതെയൊക്കെ നമുക്ക് നാരങ്ങ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറെ മെത്തേഡാണ് ഈ നാരങ്ങ ഇതുപോലെ കുപ്പിക്കകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൻ്റെ കവർ ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നല്ല തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. നല്ല ഫ്രഷായിട്ട് നാരങ്ങ മാസങ്ങളോളം നമുക്ക് ഇങ്ങനെ രീതിയിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ചീഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ഈ രീതിയിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നാരങ്ങ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടാറുണ്ടല്ലേ. പലപ്പോഴും ജ്യൂസായിട്ടും അതല്ലെങ്കിൽ പിന്നെ വിനാഗിരി, ഓയിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന ബോട്ടിലുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതെടുത്ത് കളയത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ പല ഉപയോഗത്തിനും ചെയ്യാറുണ്ട്. ചെടികൾ നടാനും അതുപോലെ സ്പൈസസും വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യത്തിനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്രീസാക്കിയിട്ട്, ഞാൻ നേരത്തെ വെള്ളം നിറച്ച് ഫ്രീസാക്കി വെച്ച ബോട്ടിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ബോട്ടിലിന് പകരം നമ്മുടെ ഈ ടെട്രാ പാക്കിൻ്റെ കവറുകൾ വരും. അതും വെള്ളം ഫില്ല് ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റുമേ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പെയിൻ ഉള്ളിടത്തൊക്കെ പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് ഇത് മസാജ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു യൂസാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പൈസയും ലാഭമുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിൻ്റെ ഉപയോഗം നമ്മൾ ഇതുകൊണ്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള ബോട്ടിലുകൾ നമ്മുടെ ചില്ലറിലോട്ട് ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ടൊക്കെ പോകുമ്പോൾ ഫ്രിഡ്ജിനൊന്ന് കംപ്രസർ റീസ്റ്റാർട്ട് ഇടയ്ക്ക് കാണാറുണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജ് സ്റ്റോപ്പായി ഓണായി ഒന്നും അങ്ങനെയൊന്നും വരത്തില്ല. കാരണം ഫ്രിഡ്ജിനകത്തിലെ ടെമ്പറേച്ചർ എപ്പോഴും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഈ ബോട്ടിലിലെ ഐസിൻ്റെ ആ ഒരു ഇതുകൊണ്ട്. അപ്പം ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ടൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.